ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നുള്ളിൽ ഒതുങ്ങുക ശക്തി കൂടി വാ. എല്ലാവരും ഒന്ന് ഷോക്ക് ആയിട്ടുണ്ടാവുമല്ലേ? എന്റെ സ്ഥിരം വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാനൊരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു റീ എൻട്രി ചെയ്യുമ്പോൾ ഏതൊരു വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തലങ്ങും വിലങ്ങും കിടന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സിന്റെ ഒഫീഷ്യൽ ട്രെയിലർ കറക്റ്റ് ടൈമിൽ പുറത്തു വരുന്നതും. കുട്ടിക്കാലത്ത് നമ്മൾ ഏറെ ഹരം കൊള്ളിച്ചതായിട്ടുള്ള ഹീമാന്റെ ലൈവ് ആക്ഷൻ മൂവി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം ത്രില്ലിംഗ് ആയിരുന്നു. എന്നാൽ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെ എന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിനെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അവയെപ്പറ്റി തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഹീമാന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട ഒരു ഫുൾ ഓൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. മേളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിവേ, ട്രെയിലർ ആരംഭിക്കുമ്പോൾ തന്നെയുള്ള ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് ഹീമാന്റെ ഹോം വേൾഡ് ആയിട്ടുള്ള എറ്റേണിയെ കാണിച്ചുകൊണ്ടാണ്. മാത്രമല്ല അതിലൂടെ ഈ പറന്നു പോകുന്ന ക്യാരക്ടർ എന്നത് നമ്മൾ ഹീമാൻ സീരീസിൽ കണ്ടിട്ടുള്ള ഗ്രേസ്കൽ കോട്ടയുടെ സംരക്ഷക കൂടിയായിട്ടുള്ള സാഹസി എന്ന വിച്ച് ക്യാരക്ടറിനെയാണ്. ഈ ഒരു റോള് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഡെഡ്പൂൾ മൂവീസിലൂടെ കണ്ടിട്ടുള്ള മൊറേന ബാക്ക്റൺ എന്ന ആക്ട്രസ് ആണ്. ഫുൾ ലുക്ക് റിവീൽ അല്ല എങ്കിൽ തന്നെയും ട്രെയിലറിലെ ഈ ഒരു പർട്ടിക്കുലർ സീനിൽ ഒരു ബാക്ക് ഷോട്ടിലൂടെ വ്യക്തമായി കാണിക്കുന്നതുമാണ്. പൊതുവെ 90s ഹീമാൻ സീരീസിലൂടെ ഒരു പർപ്പിളിഷ് കളർ ടോൺ ആണ് എറ്റേണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം എങ്കിൽ തന്നെയും ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ ആ ഒരു എൻഡിയർ കളർ ടോൺ മാറ്റി പിടിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. എന്തായാലും ഇറ്റേണിയുടെ മുകളിലൂടെ പറന്നുയരുന്ന സോഴ്സറസ് അഥവാ സാഹസിയുടെ ക്യാരക്ടറിലൂടെ എൻഡിയർ വേൾഡിന്റെയും ഒരു ഗ്ലിംസ് നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഹീമാൻ സീരീസ് കണ്ടുള്ള എല്ലാവർക്കും അറിയാം സാഹസിക്ക് തന്റെ ഹ്യൂമൻ ഫോം ഗ്രേസ്കൽ കോട്ടയ്ക്കുള്ളിൽ മാത്രമേ ആംപ്ലിഫൈ ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ സാക്ഷാൽ ഗ്രേസ്കൽ കോട്ട കാണിക്കുന്നു. നമ്മൾ ഹീമാൻ സീരീസിൽ കണ്ടുള്ള അതേ ഒരു ഹൊറർ മിസ്റ്റീരിയസ് വൈബ് കൊണ്ടുവരുവാനായി ഈ ഒരു കോട്ടയ്ക്ക് സാധിക്കുന്നതുമാണ്. എന്നാൽ സീരീസിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്ലേസിലല്ല ഗ്രേസ്കൽ കോട്ട എക്സിസ്റ്റ് ചെയ്യുന്നത്, മറിച്ച് എറ്റേണിയുമായി ഡയറക്ട്ലി കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് മൂലമാണ്. ഇത് കണ്ടപ്പോൾ ആസ്ഗാർഡിലെ ബൈഫ്രോസ്റ്റ് ബ്രിഡ്ജിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കാടിനുള്ളിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കോട്ട കൊണ്ടുവെക്കാഞ്ഞത് എന്നതിനുള്ള ഉത്തരം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു മൂവി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആക്ച്വലി ഈ ഒരു ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഹീമാന്റെ ക്യാരക്ടർ അതായത് പ്രിൻസ് ആഡം ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എർത്തിലാണ്. കുട്ടിക്കാലത്ത് പ്രിൻസ് ആഡവും എന്റെ റോയൽ ഫാമിലിയും ജീവിച്ചിരുന്നത് ഈ ഒരു എറ്റേണിയിലായിരുന്നെങ്കിൽ തന്നെയും എറ്റേണിയിലേക്ക് ഉണ്ടായ എന്തോ ഒരു ആപത്ത് മൂലം ക്യൂൻ മെർലാന അതായത് ഹീമാന്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടർ പ്രിൻസ് ആഡത്തെ സേഫ് ഗാർഡ് ചെയ്യുവാനായി ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എറ്റേണിയെ പറ്റിയുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് പ്രിൻസ് ആഡത്തിന്റെ ഉള്ളിലുണ്ട്. യഥാർത്ഥത്തിൽ പ്രിൻസ് ആഡത്തിന്റെ അമ്മയായിട്ടുള്ള ഈ ഒരു ക്യൂൻ ക്യാരക്ടർ ആക്ച്വലി എർത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു സ്പേസ് ആസ്ട്രോണറ്റ് ആണെന്നുള്ള ഒരു സ്റ്റോറിയും ഉള്ളതാണ്. മേ ബി അത് ഇന്റർലിങ്ക് ചെയ്ത രീതിയിലായിരിക്കാം പ്രിൻസ് ആഡത്തെ സേഫ് ഗാർഡ് ചെയ്യുവാനായി എർത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നത്. എന്തായാലും ഈ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസുമായി ജീവിക്കുന്ന ആഡം ഭൂമിയിലെത്തിയ ശേഷം എന്നോ നഷ്ടപ്പെട്ടു പോയ തന്റെ സോഡ് തപ്പി നടക്കുന്ന രീതിയിലും ട്രെയിലറിൽ കാണിക്കുന്നുമുണ്ട്. എർത്തിൽ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഹി ഹിം എന്ന് കാണിക്കുന്നത് തന്നെ ഹീമാൻ എന്ന പേരിനോടുള്ള ഒരു റെഫറൻസ് തന്നെയാണ്. എന്തായാലും എർത്തിൽ നോർമൽ ലൈഫിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആഡം ഒരു ടോയ് ഷോപ്പിൽ തന്നെ സോഡ് ഉണ്ടെന്ന് കണ്ടെത്തുകയും അതെടുക്കുവാനായി പോവുകയും ചെയ്ത രീതിയിലൊക്കെ ട്രെയിലറിൽ കാണിക്കുന്നുമുണ്ട്. അത് ഇച്ചിരി ഫണ്ണി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു സോഡ് ഏന്തി നിൽക്കുന്ന ടോയ് എന്നുള്ളത് ഹീമാന്റെ തന്നെ ആദ്യകാല ഡിസൈൻസിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ബാർബേറിയൻ വേർഷനിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീക്വൻസുകളെല്ലാം തോർ മൂവിയുമായിട്ട് ചില സാമ്യതകൾ തോന്നുമെങ്കിലും അത് തികച്ചും യാദൃശികം മാത്രം. എനിവേ, ഈ ഒരു സോഡ് കിട്ടിയതിനു ശേഷമാണ് ഒരേ സമയം എറ്റേണിയിലുള്ള എല്ലാവർക്കും തന്നെ പ്രിൻസ് ആഡത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയതെന്നും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കാം മെയിൻ വില്ലൻ ആയിട്ടുള്ള സ്കെലിറ്റോറിന്റെ സഹായി ബീസ്റ്റ്മാൻ എന്ന മൃഗമനുഷ്യൻ ആഡത്തെ തേടി എർത്തിലേക്ക് വരികയും ഇതേ സമയം തന്നെ ടീല വന്ന് ആഡത്തെ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് എറ്റേണിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആനിമേറ്റഡ് സീരീസിൽ കണ്ടിട്ടുണ്ടായിരുന്ന പല ക്യാരക്ടേഴ്സും ഈ ഒരു എൻഡർ ട്രെയിലറിലും വന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. തുടർന്ന് ഹീമാനും തന്റെ ടീമുമായി ചേർന്നുകൊണ്ട് ഒരു മാസ്മരിക എൻട്രി. ഇതിൽ തന്നെ ടീല, വരേൻപുലി, തോർ മൂവിയിൽ ഹേംഡാലായി വന്നിട്ടുണ്ടായിരുന്ന ഇഡ്രിസ് എൽബ അവതരിപ്പിക്കുന്ന റോയൽ ആർമിയുടെ കമാൻഡർ ഡങ്കൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും കാണുവാൻ സാധിക്കുന്നെങ്കിലും ഒരാൾ മാത്രം മിസ്സിംഗ് ആണ്. മേ ബി മൂവിയിൽ മറ്റെവിടെയെങ്കിലും ഒരു സർപ്രൈസ് എലമെന്റ് ആയി മായൻ എന്ന ക്യാരക്ടറിനെ കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വില്ലൻ ഗ്യാങ്ങും വളരെയധികം സ്ട്രോങ് തന്നെയാണ്. സ്കെലിറ്റോർ അഥവാ അസ്ഥികൂടന്റെ നേതൃത്വത്തിലുള്ള വമ്പൻ ടീം.
ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഈ ഒരു മൂവിയിൽ അസ്ഥികൂടനായിട്ട് വന്നിരിക്കുന്നത് മാർവലും DC-ലും ഒക്കെ മോർബിയസ്, ജോക്കർ തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വന്നിട്ടുള്ള ജാരഡ് ലെറ്റോയാണ്. പുള്ളിക്കാരൻ കൈവച്ചിട്ടുള്ള എല്ലാ ഫ്രാഞ്ചൈസികളും നശിച്ചു പോയിട്ടേ ഉള്ളൂ എങ്കിൽ തന്നെയും ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന അസ്ഥികൂടന്റെ എല്ലാ സീക്വൻസുകളും വളരെയധികം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ടീലയുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈവിൾ ലിന്നിന്റെ ഒരു ടീസിംഗും നമ്മൾ കൃത്യമായിട്ട് തന്നെ ട്രെയിലറിൽ കാണുന്നുമുണ്ട്. പിന്നീട് എല്ലാവരും കാത്തിരുന്ന ദ ഐക്കോണിക് ഷോട്ട്, പ്രിൻസ് ആഡം ഹീമാനായി മാറുന്ന സീക്വൻസ്. ആക്ച്വലി ഹീമാനായി മാറുമ്പോൾ കുറച്ചും കൂടി ഒരു മസിലിന് ബൾക്കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയേറിയേനെ. ഇതിനുശേഷമായി സ്കെലിറ്റോറുമായി ഹീമാൻ നടത്തുന്ന പല ഫൈറ്റ് സീക്വൻസുകളും ട്രെയിലറിലുടനീളം നമുക്ക് കാണാം. എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് ഇപ്പോൾ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു ടീസർ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. ഹീമാനെ പറ്റിയും മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ വരും ദിവസങ്ങളിൽ തന്നെ ഞാൻ പുറത്തുവിടുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റു മാർവൽ, DC, ഹോളിവുഡ് കണ്ടന്റ്സുകളും മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നടന്നാൽ മതിയായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.